വേറൊരു ശല്യം കൂടെ ഉണ്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ തപ്പിപ്പിടിക്കുന്നവർ വരും. ഓ, അങ്ങനെയുണ്ട്. തപ്പിപ്പിടിക്കുന്നവർ ഒരു കൃത്രിമ ഫ്ലോട്ടിങ് ഇതിട്ട് അതിനകത്ത് കൂടൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയി തപ്പിപ്പിടിക്കുന്നവരാണ്. കണ്ണ് തപ്പി അവരും കയറുന്നതിനാണ്. കായലിൽ ഇറങ്ങിയവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ കൂട്ടത്തോടെ ആക്രമിച്ച് കളയും, നമ്മളെ ആക്രമിച്ച് കളയും. കരിമീൻ ഇപ്പോൾ വലക്കാർക്കും കിട്ടുന്നില്ലെന്നാണ് അവർ പറയുന്നത്. വളരെ കുഴപ്പമാണ്. മീനുകൾ ഇല്ല, കായലിൽ ഇല്ലെന്നാണ് പറയുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു പദ്ധതി? എന്താണ്? ഞങ്ങളിപ്പോൾ 20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഗോൾഡൻ ഐലൻഡ് എംബാർക്ക്മെൻറ്റ് ഫിഷ് കൾച്ചർ ഗ്രൂപ്പായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3.5 ഏക്കർ സ്ഥലത്ത് ഈ പ്രൈവറ്റ് വട്ടങ്ങൾ വളഞ്ഞ് അതിനകത്ത് കരിമീൻ കൃഷി ചെയ്യാനുള്ള സംരംഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ട് ഒരു 5000 കുഞ്ഞുങ്ങളെ വിട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതും ഇതുപോലെ തന്നെ വളച്ചെടുത്തിട്ട് അവിടെയും ഇത് ആപ്പേ വെച്ച് അവിടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി തുറന്നു വിടുന്നൊരു സംരംഭമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ പുറം കായലിൽ അവരെ പഞ്ചായത്തിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് ഒരു കരയിൽ നിന്നൊരു 60 അടിയോളം ഉള്ളോട്ട് കുറ്റി വളച്ച് വലയിട്ട് അവിടെ കേജ് കൃഷി ചെയ്യാനുള്ളൊരു പരിപാടിയും കൂടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. കേജ് കൃഷിയിലും കരിമീനെ വളർത്താനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ കേജ് കൃഷിയാകുമ്പോൾ നമുക്ക് വിളവെടുക്കുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. കേജ് പൊക്കിയെടുത്ത് അതിൻ്റെ വിളവെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കരിമീൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കാൻ കാര്യം? കരിമീൻ ഒന്നെന്ന് പറയുന്നത് കരിമീൻ പ്രസിദ്ധമാണല്ലോ. കരിമീൻ ഇപ്പോൾ കായലിൽ വളരെ കുറവാണ്. മാർക്കറ്റിങ്ങിനും ഇപ്പോൾ ഫിഷറീസുകാർ കുറേ കരിമീൻ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വിടുന്നെങ്കിലും അതൊരു പരുവാകുമ്പോഴത്തേക്ക് വലക്കാർ കോരിക്കൊണ്ട് പോവുകയാണ്. അത് പരുവാകുന്നില്ല. അതുപോലെ തന്നെ കായലിൽ ഈ സീസണിലൊക്കെ ഇപ്പോൾ മുട്ടയിട്ടുന്ന സമയമാണ്. മുട്ടയിട്ട് നിൽക്കുന്നതിനൊക്കെ അപ്പം ചൂണ്ടക്കാർ ഒന്ന് കുത്തിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരു സെറ്റ് മുട്ടയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് ഈ വലിയ കരിമീനെ പിടിച്ചോണ്ട് പോകുമ്പോൾ അത്രയും കുഞ്ഞുങ്ങളെ ആ നിമിഷം തന്നെ മറ്റ് മത്സ്യങ്ങളൊന്ന് തിന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കരിമീൻ്റെ നഷ്ടം വരുന്നുണ്ട് ഈ കായലിൽ. പണ്ട് ഇവിടുത്തെ കായലിൽ കരിമീൻ വലിയ പ്രസിദ്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ കരിമീൻ അധികം കിട്ടാറില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ കരിമീൻ്റെ വില ഇതെല്ലാം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭത്തിലോട്ട് കരിമീനിലോട്ട് കടന്നത്. അപ്പോൾ തീറ്റയുടെ വിലയെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് തീറ്റയിൽ കുറവ് വരുത്തിയാൽ വളർച്ചാ നിരക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇപ്പോൾ 3 നേരം തീറ്റ കൊടുക്കണം. കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇങ്ങനെ 3 നേരത്തെ തീറ്റ കൊടുക്കണം. പിന്നെ അപ്പോൾ അതിൻ്റെ വളർച്ചാ നിരക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് 3 മാസം, ആ 3 മാസത്തെ വളർച്ചയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എത്ര സമയം എടുക്കും കരിമീനിൽ പൂർണ്ണ വളർച്ച എത്താൻ? കരിമീനിൻ്റെ വിളവെടുക്കാൻ അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 8-9 മാസം. 9 മാസം. അപ്പോൾ ഈ 9 മാസത്തെ തീറ്റ ചിലവും അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കായലിൽ കൃഷി ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ്? നമുക്ക് എന്തായാലും തീറ്റ അഡീഷണൽ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? അല്ല, ഇതാകുമ്പോൾ അത് ഒരു നാച്ചുറാലിറ്റി കിട്ടും. കരിമീനൊരു നാച്ചുറാലിറ്റി ഉണ്ട്. നമ്മൾ ഒരു ടാങ്കിനകത്ത് കരിമീനെ വളർത്തുന്ന കരിമീനും കായൽ ചെളിയിൽ വളർന്നിരുന്ന കരിമീനും ടേസ്റ്റിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ കായലിൽ അങ്ങനെ വരുന്ന നാച്ചുറായിട്ട് വളർന്നു വരുന്ന കരിമീനും ടേസ്റ്റ് കൂടുതലായിരിക്കും, വളർച്ചാ നിരക്കും കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ വേറൊരു കുളത്തിലോ ടാങ്കിലോ വളർത്തുകയാണെങ്കിൽ അത് ഉണ്ടാവില്ല, ആ ടേസ്റ്റ് കിട്ടത്തില്ല. വലിപ്പം വയ്ക്കുന്നതേ ടാങ്കിൽ വളർത്തുന്നതാണോ ഇത് കായലിൽ വളർത്തുന്നതാണ് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്നത്? ടാങ്കിൽ വളർത്തുന്നതിന് അത്രയും വലിപ്പം പെട്ടെന്ന് വരത്തില്ല. ഈ സമയത്തിനകത്ത് ഉദ്ദേശിച്ച വലിപ്പം വരത്തില്ല. അല്ല, ഞങ്ങൾ ഇനി അങ്ങേ അറ്റത്ത് ഒരു ഏരിയയിൽ ഭൂമീൻ കൃഷിയുടെ ഒരു പരിപാടിയും കൂടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഭൂമിയും കൂടെ അതിൻ്റെ കൂടെ ചെയ്യാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് മാറി ഒരു ഏരിയയിൽ ഭൂമിയും കൃഷി ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ ക്രാബ്സിൻ്റെ ഞണ്ടിൻ്റെ ഒരു പരിപാടിയും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് പൂർത്തിയായതിന് ശേഷം അതിലോട്ട് കടക്കാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ എത്ര ചിലവ് വരും ഏകദേശം ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ? ഇത് മൊത്തത്തിലോ?
മൊത്തത്തിൽ പ്രോജക്റ്റിൻ്റെ ചിലവെന്ന് പറയുമ്പോൾ ഏകദേശം 30-35 ലക്ഷം രൂപയാവും. ഓ, ഇതിൻ്റെ കംപ്ലീറ്റ്. ആ, അതായത് CCTV, വൈദ്യുതി ഇവിടെ കൊണ്ടുവരാൻ എത്തിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിപ്പോൾ കായലിൻ്റെ മധ്യത്ത് ഫ്ലോട്ടിംഗ് സ്റ്റേഷൻ ഇട്ടിട്ട് അവിടെ സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് ലൈറ്റ് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് CCTV വയ്ക്കുന്നൊരു പ്രോഗ്രാമാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് സ്റ്റേഷനിലായിരിക്കും രാത്രി കാവൽക്കാരൻ സ്റ്റേ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ നമ്മളെ ഏരിയയിൽ മൊത്തം കിട്ടത്തക്ക രീതിയിലാണ് ഇത് കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയും ചിലവ് എത്ര നാളുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇതിൻ്റെ ശരിക്കുള്ള ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് 8 മാസം 9 മാസമാണ്, മാക്സിമം 9 മാസം. 9 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം എടുക്കാൻ പറ്റും. പിന്നെ കരിമീനായതുകൊണ്ട് അതിന് വിപണിയിൽ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. മാർക്കറ്റിംഗ് എളുപ്പമായിരിക്കും. മാർക്കറ്റിംഗ് എളുപ്പമാണ് മറ്റുള്ള മീനുകളേക്കാൾ. കരിമീൻ മാർക്കറ്റ് കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ ആണ് ഉദ്ദേശം. നമ്മുടെ ഫിഷറീസ് എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഫിഷറീസ് ഇപ്പോൾ ഇതിൻ്റെ പിന്നീട് ഈ മൊത്തം എമൗണ്ട് അവരാണല്ലോ ചിലവഴിക്കുന്നത്. 60% സബ്സിഡി ഉണ്ട്. അപ്പം നമ്മൾ ഈ സബ്സിഡിയുടെ അകത്ത് നിർത്തിക്കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ചെറിയ മത്സ്യ കർഷക സംഘമുണ്ട്. അപ്പോൾ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ നേതൃത്വത്തിൽ ആണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പിന്നീട് അതിൻ്റെ ഫിഷറീസിൻ്റെ തന്നെ പ്രൊമോട്ടർ സിദ്ദിഖാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ തിരക്കുന്നതും ഈ ജോലിക്കാരെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ നടത്തിക്കുന്നതൊക്കെ പുള്ളിയുടെ കെയറാഫിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ വലിയ റിസ്ക് ഇല്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനത്രയും വെള്ളത്തിൽ ഇറങ്ങാൻ പരിചയസമ്പന്നരായ തൊഴിലാളികളെ തിരക്കി നടക്കണം. ഇപ്പോൾ ആഴത്തിലോട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാർക്ക് മുങ്ങി അടിയിൽ പോയി വളരെ റിസ്ക്കാണത് കുറ്റി താത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതവർ സൊസൈറ്റി ആ ഏജൻസി ആയതുകൊണ്ട് അവരുടെ പൈസ മുടക്കിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന സബ്സിഡിയുടെ മുറയ്ക്ക് നമ്മൾ അതിലോട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഓരോ സ്റ്റേയിൽ കിട്ടുന്ന ഫീഡിൻ്റെ സബ്സിഡി ഇങ്ങനെയൊക്കെ വരുന്ന സബ്സിഡി അവരുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഫിഷറീസാണോ? മത്സ്യക്കുഞ്ഞുങ്ങളെ ഫിഷറീസാണ് തരുന്നത്. ഫിഷറീസിന് നല്ലൊരു സഹായം എപ്പോഴും ഉണ്ട്. അല്ല, ഫിഷറീസിൻ്റെ അങ്ങനെയുള്ളൊരു സഹായം ഉള്ളതുകൊണ്ടാണ് ഈ സംരംഭം തുടങ്ങിയത്. നേരത്തെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ചെയ്തിരുന്നു. ഏതാണ്ട് 1.5 ഏക്കറിൽ ഞാൻ കരിമീനും കൊഞ്ചും ചെയ്തിരുന്നു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നു. അന്ന് ഈ ഇത് പൊഴി വന്നില്ല, ഇത് അഴി വന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് വെള്ളപ്പൊക്കം വന്ന കൊഞ്ചൊക്കെ ചത്തുപോയി. പിന്നെ അത് കളഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഏതാണ്ട് ഒരു 1.5 ഏക്കറിനകത്തുള്ള സ്ഥലത്ത് 2 പ്രാവശ്യം വിളവെടുത്തു. നല്ല വിളവ് കിട്ടി എനിക്ക്. പക്ഷേ 3ാമത്തെ പ്രാവശ്യം ഇട്ടപ്പോഴത്തേക്ക് സാധാരണ രാത്രി 2 പട്ടികൾ ഞാനും കൂടെ വന്ന് 1 മണിക്കൊക്കെ ഇവിടെ വന്ന്, കാവൽക്കാരൊന്നും ഇല്ലായിരുന്നു, ഞാൻ തന്നെയാണ് അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മകളെ LLB ചെയ്തത് ബാംഗ്ലൂരാണ്. അതിൻ്റെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴത്തെ ഇവിടെ ലൈറ്റടിയൊന്നും കാണാത്തത് കൊണ്ട് വലക്കാരിടിച്ച് കയറി, കായൽ വലക്കാർ. അവരിതൊക്കെ പൊട്ടിച്ചകത്ത് കയറിയിട്ട് ഞാൻ വന്നതിൻ്റെ ഒന്ന് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് വല വെച്ചിരിക്കുക. അപ്പോൾ അവർ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ആരുമില്ല. പിന്നെ ഞങ്ങളിറങ്ങി ആ വലയൊക്കെ വലിച്ചെടുത്തു. അപ്പോൾ അതിലൊക്കെ ഒരു മാസം കൂടി കിടന്നിരുന്നെങ്കിൽ നല്ല വിളവ് കിട്ടുമായിരുന്നു, കുറേ കൂടെ സൈസാവുമായിരുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ വലയെ കുരുങ്ങിയെല്ലാം ചത്ത്. അങ്ങനെ പിന്നെ ഒറ്റയ്ക്കുള്ള സംരംഭം വേണ്ടാന്ന് അവിടെ വെച്ച് നിർത്തി ഞാനത്. കാരണം ഈ ബാഹ്യശക്തികളുടെ ശല്യം കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിർത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫിഷറീസുകാരുടെ ഈ സംരംഭം ഈ സഹായമൊക്കെ കിട്ടുമെന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 20 പേരടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇതിൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ നീർക്കാക്കയുടെ ശല്യം. അതിപ്പോൾ ഈ മുകളിൽ നെറ്റ് വലിച്ചേക്കുന്നതുകൊണ്ട് നീർക്കാക്ക അങ്ങനെ വരത്തില്ല. പക്ഷേ ഈ നീർനായ്ക്കളുടെ ശല്യമുണ്ട്. നീർനായ്ക്കൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ വന്ന്, ഇപ്പം നമ്മൾ സന്ധ്യയ്ക്കൊക്കെ ഇവിടെ ഒരു 8 മണി 9 മണിക്കൊക്കെ ഇവിടെ ലൈറ്റടിയും ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് അവരധികം അടുക്കുന്നില്ല. മറ്റത് ആളനക്കം ഇല്ലെങ്കിൽ അവർ ഇത് എവിടെയെങ്കിലും കടിച്ച് കീറി അകത്ത് കയറും. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മീനുകളെ തിന്നുന്നവരാണ് നീർനായ്ക്കൾ. ഈ കായലിലായാലും ഏറ്റവും നല്ല മത്സ്യത്തെ കഴിക്കുന്നവരാണ് അവർ. അപ്പോൾ അങ്ങനെ മീൻ കെട്ടിക്കിടക്കുന്നിടത്ത് അവർ കയറിയിരിക്കും. അപ്പോൾ അന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത സമയത്ത് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് പടക്ക് കത്തിച്ചെറിയുമായിരുന്നു. ഇവരെ കണ്ടു കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ കുറേ പടക്ക് കത്തിച്ചെറിയും. അപ്പോഴത്തേക്ക് സൗണ്ട് കേട്ട് പിന്നെ അടുക്കത്തില്ല.
പിന്നെ കായലിൽ ഇറങ്ങിയവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു കൂട്ടത്തോടെ ആക്രമിച്ച് കളയും, നമ്മളെ ആക്രമിച്ച് കളയും. അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ പാവം എടുത്തുണ്ടെങ്കിൽ പോണ സൈസുകളാണ് അത്. ആ ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇങ്ങനെ മൈതാനമായിട്ട് കിടക്കുന്നത് ഇവിടെ കിടന്ന് ഓടിക്കളിക്കാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് ഇവിടെയാണ് അവർ കയറി തമ്പടിക്കുന്നത്. അങ്ങനെ നീർനായ്ക്കളെ ശല്യമുണ്ട്. ഞാനന്ന് കൊടുത്ത ഫീഡെന്ന് പറയുന്നത് ഈ കൃത്രിമ ഫീഡ് കൊടുത്തോടൊപ്പം തന്നെ ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഫീഡും കൊടുത്തിരുന്നു. കാരണം അത് ഒരു കുളത്തിലോ മറ്റൊരു പടുതായിലോ ഒന്നും ആ ഫീഡ് കൊടുക്കാൻ പറ്റത്തില്ല, വെള്ളം കേടായിപ്പോകും. ഇപ്പോൾ വേലിയിറക്കം ഉണ്ടാകുന്നിടത്ത് എനിക്കത് കൊടുക്കാതെ നമ്മൾ പണ്ട് കാലത്ത് പരീക്ഷിച്ചതാണ്. അതായത് ഈ ചില തോലുകളുണ്ട്, മാവിൻ്റെ തോല്, ചില്ലയുടെ തോല്, ചാട്ടയുടെ തോല്, ഇതൊക്കെ വെയിലത്ത് വെട്ടിയിട്ട് വാട്ടിയിട്ട് കെട്ടുകളാക്കും. കെട്ടുകളാക്കിയിട്ട് ഈ ചാക്കിൽ ചാണകം കൂടെ കെട്ടി ഹോളിട്ട് കുറ്റിയടിച്ച് ഇറക്കും. അപ്പോൾ ഈ ചാണകത്തിൽ നിന്ന് കൂടി ഈ ചാക്കിൻ്റെ പുറത്തേക്ക് ഒരു സൈസ് പ്ലവകങ്ങൾ വരും. ഈ കരിമീൻ വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പ്ലവകങ്ങൾ, പോഷകമാണ്. അപ്പോൾ അത് പണ്ട് മുൻ ഒരു ഫിഷറീസിൻ്റെ ഡയറക്ടറായിരുന്ന ആലപ്പുഴയുള്ളൊരു പുള്ളി പറഞ്ഞു തന്നാണ് എനിക്കത്. അപ്പോൾ അങ്ങനെ അത് ഈ തോല് കെട്ടി ഇറക്കുമ്പോഴത്തേക്ക് അത് അഴുകി അതിലൊക്കെ പുഴുക്കളും മറ്റെല്ലാം വരുമ്പോഴത്തേക്ക് ഈ മീനുകളെല്ലാം അതിൻ്റെ ആ കെട്ടിൻ്റെ അടുത്ത് തമ്പടിക്കും അത് തിന്നാനായിട്ട്. പക്ഷേ അത് വേറൊരു കുളത്തിലോ മറ്റു സ്ഥലത്തോ അത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം കൂടെ അഴുകി വരുമ്പോഴത്തേക്ക് വെള്ളം കേടാവും. കായലിലാകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ പ്രശ്നം വരും. അന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തോല് ഡംപ് ചെയ്തിട്ട് ചാണകവും കെട്ടിയിട്ടിട്ട് അവിടെ കുറ്റി അടിച്ച് വല വളയ്ക്കുമായിരുന്നു. വല വളച്ചിട്ട് ഈ മീനുകളെ മൊത്തം ഈ വലയിൽ കുരുക്കി പിടിക്കുക, കണ്ടമാനം കിട്ടുമായിരുന്നു, കരിമീൻ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു അപ്പോൾ സാധനം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു തീറ്റ കൊടുത്താണ് അന്ന് ഞാൻ വളർത്തിയത്. കുറേ മറ്റേ തീറ്റയും കൊടുത്തു. ഇപ്പോൾ ഇത് അങ്ങനെ ഒരു ഗുണത്തോടൊപ്പം തന്നെ ദോഷം ഉണ്ടാവാറില്ല. കാരണം ഇത് ഇപ്പോൾ വെള്ളം ഇങ്ങനെ കായലിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് വെള്ളത്തിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കലരുകയോ വിഷം കലരുകയോ എന്തെങ്കിലും അല്ല, അതിലിപ്പോൾ വരേണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പർപ്പസായിട്ട് കുഴയ്ക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഈ കുറച്ച് നീർവാളരിയോ തുരിശോ പൊടിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഈ മീൻ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ആപ്പയിൽ വിതറി കൊടുത്താൽ അതെല്ലാം ചത്തിരിക്കും. ഇപ്പം നീർവാളരി എന്ന് പറയുന്നത് ഇതിൻ്റെ ശത്രുവാണ്. യഥാർത്ഥത്തിൽ ആയുർവേദ മരുന്നാണ്. സാധാരണ ആൾക്കാർ ചെയ്യുന്നതൊന്നും നീർവാളരി അരച്ച് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെള്ളത്തിൽ കലക്കി വിട്ട് കൊടുക്കണേന്ന്. അത് കഴിച്ചല്ല ചാവുന്നത്. അതിൻ്റെ കണ്ണിൻ്റെ ഇതൊക്കെ പോയില്ല, മദ്യപിച്ചരെ പോലെ മയങ്ങി ആണ് ചാവുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഈ വലിയ ശല്യങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കാവലിനാൾ വേണം എന്തായാലും നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടാവും. അതുണ്ടാവും, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചേ പറ്റൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ മീൻ കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത് കലക്കവെള്ളം, മഴ പെയ്ത് കരയിൽ നിന്ന് കലക്കവെള്ളം ഇറങ്ങാൻ പാടില്ല. കലക്കവെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ചത്തുപോകും. കാരണം എൻ്റെ ഞെകിളയിലൊക്കെ കലക്കവെള്ളം കയറിയാൽ അതിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിക്കും. അത് കലക്കവെള്ളം ഇറങ്ങാതെ നോക്കി ഇങ്ങോട്ടാണ്. ഇപ്പോൾ സാധാരണ ഒരു കർഷകർക്ക് ഈ ഒരു കായലിൻ്റെ തീരത്ത് ഇങ്ങനെ ഒരു പദ്ധതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ലീഗലി എന്തൊക്കെ ചെയ്യണം? ലീഗലി ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിൻ്റെ പെർമിഷൻ വാങ്ങിക്കണം. കാരണം ഈ വെളിയിലുള്ള ജലാശയം എന്ന് പറയുന്നത് അതിൻ്റെ കസ്റ്റോഡിയൻ പഞ്ചായത്താണ്. അപ്പോൾ നമ്മളതിൻ്റെ NOC വാങ്ങിക്കണം. അപ്പം നമ്മളിപ്പോൾ പുറത്തോട്ട് കുറ്റിയടിച്ച് പുറത്തോട്ട് കേജ് കൃഷി തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ NOC കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ആ സംരംഭത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ പഞ്ചായത്തിന് അതിൽ വലിയൊരു പങ്കുണ്ട്. കാരണം പെർമിഷൻ തരണം. പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പൂർണ്ണ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ വരികയും ഇതൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിന്നും കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്ന കേജ് കൃഷിയാണ്. കാരണം കേജ് കൃഷി ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇത് തന്നെ ഇതിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിൻ്റെ വിളവെടുക്കണമെങ്കിൽ വലക്കാരെ സഹായം വേണം. അവർ വലയിട്ട് വളഞ്ഞാണ് പിടിക്കേണ്ടത്. അത് മാത്രമല്ല, അങ്ങനെ പിടിച്ചാൽ ഈ കരിമീനൊരു സ്വഭാവമുള്ളത്, നമ്മളിപ്പോൾ അതിൽ ഇട്ടേക്കുന്ന മീനിൻ്റെ ഒരു 70% നമുക്ക് കിട്ടും, 30% കിട്ടാതെ പോകും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വല ചെല്ലുമ്പോഴത്തേക്ക് കരിമീനെ സംബന്ധിച്ചാലും ചരിഞ്ഞങ്ങ് കിടന്ന് കളയും. അപ്പോൾ വല അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പോകും. പക്ഷേ കേജ് കൃഷി ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ കേജിൽ വിട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി വളർച്ച വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 10-20 കിലോ ഒരാവശ്യക്കാരൻ വന്നു, നമുക്ക് ഈ കേജ് പൊക്കിയെടുത്ത് തൂക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ മറ്റത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പിടിക്കാൻ നിൽക്കണ്ട, കേജിൽ നിന്ന് പൊക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടുമായിട്ടുള്ള വ്യത്യാസം അതാണ്. 35,000 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലൂടെ 3.5 ഏക്കറിലൂടെ. 3.5 ഏക്കറിൽ ആദ്യത്തെ ഘട്ടം വളർത്താൻ ഉദ്ദേശിക്കുന്നത് 35,000 കുഞ്ഞുങ്ങളെയാണ്. അതിലിപ്പോൾ 10,000 വിട്ടിരിക്കുന്നത്.
ഇപ്പോൾ ചെറിയ സ്റ്റേജിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആദ്യം വിടുന്നത് ആപ്പയിലാണ്, നഴ്സറിയാണ് അതിൻ്റെ. അപ്പോൾ ആപ്പയിലിട്ടിട്ട് മറ്റേ തരി രൂപത്തിലുള്ള സ്ലാട്ടർ ഫിഷാണ് തീറ്റയാണ് കൊടുക്കുന്നത്, സ്ലാട്ടർ തീറ്റ. അത് കൊടുത്തിട്ട് കുറച്ചുകൂടെ വലുതായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ കുറച്ചുകൂടെ വിശാലമായ സ്ഥലത്തേക്ക് മാറ്റുന്നവരാണ്. ഈ ആപ്പയെ കിടന്നേരം കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റും. എന്നിട്ട് അതിനകത്തിട്ടാണ് പിന്നെ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലുപ്പമാകുമ്പോൾ എത്ര നാൾ കഴിയുമ്പോൾ മാറ്റും? എത്ര സമയം? 3 മാസം 6 മാസം? ആപ്പയിൽ നിന്ന് 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള സ്ഥലത്തോട്ട് മാറ്റും. കുറച്ചുകൂടെ വിശാലമായിട്ട് ഒരു നെറ്റൊക്കെ അടിച്ചൊരു ഇതുണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് മാറ്റും. അതിനകത്തുനിന്ന് ഏതാണ്ട് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പൊതുവായിട്ട് വിടും. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇതിനെ പൊതുവായിട്ട് വിടണമോ എന്നുള്ളൊരു ആലോചനയുണ്ട്. കാരണം ഇപ്പം അതിൽ കിടക്കുന്ന മീനെ പൊതുവായിട്ട് വിട്ട് കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ പാടാണ്, റിസ്ക്കാണത്. പക്ഷേ അതേ സമയത്ത് അതിൽ കിടക്കുന്ന മീനെ എടുത്ത് നമ്മൾ കേജിലോട്ടിട്ടാൽ നമുക്ക് കേജ് പൊക്കിയെടുത്ത് വിളവെടുക്കാൻ പറ്റും, എളുപ്പമാണ്. ഇപ്പോൾ ഒരു വലക്കാരനെ വിളിച്ച് ഇതിനകത്ത് കിടക്കുന്ന മീൻ കിടക്കുന്ന പിടിച്ചു തരാൻ പറഞ്ഞാൽ അവൻ ഒരു പ്രാവശ്യം വലയിട്ട് വരുന്നതിന് അവൻ 1000 രൂപ റേറ്റ് കൊടുക്കേണ്ടി വരും. അത്രയും പിടിക്കത്തുമില്ല, അതവിടെ കിടക്കും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുമുണ്ട്. മെയിനായിട്ടുള്ളത് ചൂണ്ടക്കാരാണ്, ചൂണ്ടയിടുകാർ. അവർ വന്നിട്ട് നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഗ്രൂപ്പായിട്ട് വരും. ഇവിടെ ആളിൻ്റെ അസാന്നിധ്യത്തിൽ അവർ ഈ നമ്മൾ മീൻ വളർത്തുന്ന ഏരിയയിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നൊരു സംവിധാനമുണ്ട്. അത് എപ്പോഴൊക്കെയാണ് വരുന്നത്? രാവിലെ വരും, ഉച്ചയ്ക്ക് വരും. 5 മണിക്ക് ശേഷമാണ് അവർ വരാത്തത്. 5 മണിക്ക് ശേഷം ശല്യം ഉണ്ടാവില്ല. ബാക്കി സമയങ്ങളിൽ ഇങ്ങനെ വന്ന് അത് വർക്കല ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വളർത്തുന്ന മീനിൻ്റെ അവിടെ വന്ന് അവർ ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് പോകും. അവർ ചൂണ്ടയിട്ട് നമ്മളെ കണ്ണ് തപ്പിയാൽ അവർ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് എളുപ്പമല്ലേ? എളുപ്പമല്ലേ? പിന്നെ വേറൊരു ശല്യം കൂടെ ഉണ്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ തപ്പിപ്പിടിക്കുന്നവർ വരും. ഓ, അങ്ങനെയുണ്ട്. തപ്പിപ്പിടിക്കുന്നവർ ഒരു കൃത്രിമ ഫ്ലോട്ടിങ് ഇതിട്ട് അതിനകത്ത് കൂടൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയി തപ്പി പിടിക്കുന്നവരാണ്. കണ്ണ് തപ്പി അവരും കയറും ഇതിനകത്ത്. കാരണം അവനിതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടും. ചാകരയാണ്. അതുകൊണ്ട് അവനെയും സൂക്ഷിക്കണം. മെനക്കെടണ്ട, തീറ്റ കൊടുക്കണ്ട, വളർത്തണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും വേണ്ട. പിടിച്ചാണെങ്കിൽ അങ്ങനെ ഒരു 3-4 എണ്ണം വരും. അപ്പോൾ അവിടെ പിന്നെ അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വരുന്ന റൂട്ടിലുള്ള കടകളിലൊക്കെ പറഞ്ഞേക്കും അവന്മാർ വന്നു കഴിഞ്ഞാൽ ഉടനെ അറിയിക്കണം, വിളിച്ചറിയിക്കണം. അപ്പോൾ അവർ വിളിച്ചറിയിക്കും. അപ്പോൾ നമ്മളിവിടെ വിജിലുണ്ടാവും. അപ്പോൾ അവന്മാർ ഇവിടെ ഇറങ്ങിയാൽ തിരിച്ച് പൊങ്ങുന്നത്, ഇതെല്ലാം പിടിച്ച് പൊങ്ങുന്നത് ചിലപ്പോൾ ഒരു 300 മീറ്റർ അകലെയായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് അവന്മാർ പതുക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. വിദഗ്ധന്മാരാണ്. വെള്ളത്തിൻ്റെ അടി ഒരു മണിക്കൂറുകളോളം കിടന്നിട്ടല്ലേ ഇതിനെ പിടിക്കുന്നത്. അവർ കര കയറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വെയിലുള്ള സ്ഥലത്ത്, മണലുള്ള സ്ഥലത്ത് വന്ന് കിടന്ന് കുറേ സമയം ഉരുളുക ചെയ്യുന്നത്. കാരണം അവർ ഈ വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് ഈ അന്തരീക്ഷമായിട്ട് യോജിച്ച് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ നല്ല വെയിലത്ത് അവരങ്ങ് കിടക്കുകയാണ്. കിടന്നിട്ട് നല്ല ചൂട് മണ്ണിലൊക്കെ കിടന്ന് ഉരുളുന്ന കാണാം. അത്രയും കഷ്ടപ്പെട്ടാണ് അവർ മോഷ്ടിക്കുന്നത് അല്ലേ? മോഷണമാണെങ്കിലും അത്രയും അധ്വാനമുണ്ട്. അതവർ ഈ കമ്പിൽ തെങ്ങിൻ്റെ കുരുത്തോലയൊക്കെ ഇങ്ങനെ മാല പോലെ കെട്ടിയിട്ട് 2 കൈയിലും വെച്ച് ഇതിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കൊണ്ട് ചെന്നവരെ പേടിപ്പെടുത്തി. അപ്പോൾ ഈ മീനുകൾ ചെളിയിൽ പതിഞ്ഞിരിക്കും. അപ്പോഴാണ് അവർ പിടിക്കുന്നത്. അപ്പോൾ ഇവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നതിനുള്ള ഇത് നിന്ന് കിട്ടുമോ? കാരണം അല്ല, അവർക്കിപ്പോൾ ഒരു കാര്യമുണ്ട്. ഒരു കിലോ കരിമീൻ കിട്ടിയാൽ അവർക്ക് 450-500 രൂപ വില കിട്ടും. കരിമീൻ മാത്രമല്ല, കൊഞ്ച് കിട്ടും, തേട് കിട്ടും. 1 കിലോ ഒന്നും ആയിരിക്കില്ലല്ലേ അവർ? അല്ലല്ല, അതിൽ കൂടുതൽ പിടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവന്മാർ പറയുന്നത് വെളിയിലൊന്നും കരിമീൻ ഇല്ല, വലിയ പാടാണ്, കിട്ടാൻ പാടാണ്. ഈ സ്വാഭാവിക സ്രോതസ്സിലൊക്കെ കരിമീൻ വറ്റി തീർന്നു. അങ്ങനെ ഈ കായലിൽ നിന്നൊക്കെ പിടിക്കുന്ന, സ്വാഭാവികമായിട്ട് പിടിക്കുന്ന കരിമീനൊക്കെ കരിമീൻ ഇപ്പോൾ വലക്കാർക്കും കിട്ടുന്നില്ലെന്നാണ് അവർ പറയുന്നത്. വളരെ കുഴപ്പമാണ്. മീനുകൾ ഇല്ല, കായലിൽ ഇല്ലെന്നാണ് പറയുന്നത്.